So hello guys, welcome back to another video. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുരുമുളക് ഇട്ട് ചരിച്ച് ഒരു കറി ഉണ്ടാക്കാൻ പോണെയാ. എന്നിട്ട് ഇവനെ കൊണ്ട് നമ്മൾ തീറ്റിപ്പിക്കും. അപ്പം മച്ചാമാരെ ഉമ്മാര് പറയണൊന്നും കേൾക്കണ്ട. നമ്മൾ ചാമ്പക്ക എടുത്തിട്ട് പീസ് ആക്കിയിട്ട് നമ്മൾ കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് ജോശയുടെ വായിൽ കുത്തി കയറ്റാൻ പോകും. അപ്പൊ പരിപാടി തുടങ്ങാം. മച്ചാമാരെ ഇതണ്ട നല്ല ചാമ്പക്ക ഉണ്ട്. നമുക്കൊരു 3 എണ്ണം മതി. ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ പറിക്കത്തില്ല. അതെ നൈസ് ചാമ്പക്ക. നമുക്ക് പുഴുവില്ലാത്തത് നൈസ് ചാമ്പക്ക ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പ്ലേറ്റിലിട്ടിട്ട് അരച്ചിരിക്കുന്ന പരിപാടി നോക്കാം. നമുക്ക് ചാമ്പക്ക കഴുകിയെടുക്കാം കേട്ടോ. നമ്മളിതാ ക്ലീൻ ചെയ്യണ പരിപാടി നോക്കാൻ പോണേ. നമുക്ക് ഇതിൻ്റെ ഈ അടിയിലത്തെ ഭാഗങ്ങളൊന്നും ആവശ്യമില്ല, ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗങ്ങൾ ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പൊളിച്ചിട്ട് കണ്ടോ ഇതുപോലെ ആക്കിയെടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കണം. അമ്മേ പേടിച്ചു പോയില്ല. എന്തോ അടക്കത് നൈസ് പീസായിട്ട് അരിഞ്ഞെടുക്കാം. ഈ ഭാഗം വെച്ചാണ് നമ്മുടെ അടിയിലത്തെ ഭാഗം തുടങ്ങണേ. അയ്യോ ഈ ഭാഗമല്ല. ഇത് ഇത്രയും ഭാഗം നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ആവശ്യം വരുന്നില്ല. നമ്മുടെ ഇതും ഇതൊരു പീസ്. എടാ വിട്ടടാ, കൈ വിട്ടടാ, കാണിക്കാറ്. ഇതിങ്ങനെ ഒരു പീസ് ഇപ്പുറത്ത് മുറിക്കുക കറക്റ്റ് സ്ഥലത്ത് വെച്ച്. അപ്പോൾ ഗൈസ് ഞാൻ എല്ലാം അരിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഈ ചാമ്പൊക്കെ പോയിരുന്നു. നമുക്ക് എത്ര ഭാഗം മൊത്തം കെട്ടിയത്. അപ്പം ഗൈസ് നമ്മളിതെല്ലാം നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല ഉണ്ടാക്കുന്ന പരിപാടി. ഇതാ നോക്കി, നമുക്കിവിടെ കുരുമുളക് പൊടിയുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇച്ചിരി കൂടി പോയല്ലേ. മുളക് പൊടിയുണ്ട്, മഞ്ഞപ്പൊടി ഉണ്ട്. ഇച്ചിരി പൊക്കി പിടിച്ചു. ഓക്കെ ഫോക്കസ്. നൈസ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതും അങ്ങ് പെരട്ടണം. നമ്മൾ പകുതിയോളം ഇറങ്ങി കളയും. നമുക്ക് ഇത്രയും ഉപ്പൊന്നും വേണ്ട കേട്ടോ, കുടലടിച്ചു പോകും. നമുക്ക് ഇതാ ഇത്ര അടിച്ചിട്ട് ഇതാ അത്ര മതി. ഇനി നമുക്കിതെല്ലാം കൂടി റെക്കോർഡിങ് അല്ലേ, നമ്മളിങ്ങനെ മിക്സ് ചെയ്യും. മൈക്രോഫോൺ അല്ലേ നമുക്ക്, നമ്മളിങ്ങനെ കണ്ടോ കണ്ടോ ഗൈസ്, നമ്മൾ മിക്സ് ഉണ്ടാക്കി പൊട്ടി പിടിച്ചോ. ഓക്കെ, ഇനി നമ്മൾ ഈ മിക്സ് എടുത്തിട്ട് ഇതിനകത്തേക്ക് പരട്ടും. നമ്മളിത് ഇങ്ങനെ എടുക്കണം. വെള്ളം ഒഴിക്കണം. ഇതിനകത്ത് വെള്ളമില്ലേ, അത് മതി. നൈസ്. നമുക്കിവിടെ ഇച്ചിരി വീണിട്ടുണ്ട്. ഇങ്ങനെ 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 അങ്ങ് തേക്കണം. കൈ യൂസ് ചെയ്യാനേ വേണ്ട. ഐ എം നോട്ട് ഡർട്ടി പീപ്പിൾ. നമ്മളിതിങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഞാൻ മറന്നു കേട്ടോ. ഇങ്ങനെ വരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തൊലിയൊന്നും കളയണ്ട, അതിൻ്റെ മസാല പിടിച്ചോളൂ. നമ്മൾ മീനാണത്. ഞങ്ങളിങ്ങനെ വരഞ്ഞു കൊടുക്കും കേട്ടോ. ഐസ്ക്രീം ടോപ്പിംഗ് പോലെയല്ലേ ഗൈസ് ഇത് ഐസ്ക്രീം ടോപ്പിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഐസ്ക്രീമിന്റെ മുകളിലിട്ട് ഐസ്ക്രീമിലിട്ട് നമ്മൾ നാക്കെറിഞ്ഞ് നമ്മള് കട്ടിയണ്ട വേണ്ട. ഇപ്പത്തേക്ക് ഇത് മതി. ഗൈസ് നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വോൾക്കാനോ ചാമ്പക്ക ഈ റേഞ്ച്. ഇനി നമുക്ക് ഈ വോൾക്കാനോ ചാമ്പക്ക ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജോഷുവ ജഡ്ജ് വന്നിരിക്കണേ. ഓക്കെ ബാ. അപ്പോൾ ഗൈസ് നമ്മുടെ ചാമ്പക്ക വോൾക്കാനോ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ജോഷി ചേട്ടനെ ടേസ്റ്റിങ്ങിന് വേണ്ടി നമുക്ക് ഇരുത്താം കേട്ടോ. ഇവിടെ പിടിച്ചിട്ട് ഒരു കടിയും കടിക്കും, അത്രേ ഉള്ളൂ. ഇതൊക്കെ സെറ്റാണ്. കുഴപ്പമില്ല. വേണ്ട ടേസ്റ്റിംഗ് ജഡ്ജാണ്, അല്ലെങ്കിൽ അറിയുമ്പോ ഞാൻ ഞങ്ങൾ സ്പെഷ്യലായിട്ട് കുക്ക് ചെയ്താ. റിയാക്ഷൻ കണ്ടോ? തിന്നോ? തിന്ന മൊത്തം തിന്ന്. ഫുള്ള് ക്ലീൻഡാ, ഒരു ഒന്നുമില്ല, മൊത്തം കഴിക്ക. മുക്ക് ഇച്ചിരി മസാല നോക്ക്. മോക്കം കിട്ടട്ടെ.
മസാല വെക്കും. മസാല മുക്ക്. ഇത്ര മതിയോ? ഇനി എൻ്റെ കഴിക്കുക. ഗൈസ് സാധനം നല്ല പൊട്ടയുണ്ടാ. ഒട്ടും ടേസ്റ്റ് ഇല്ല, പക്ഷെ കുഴപ്പമില്ല. ഇത് ഔട്ട് ഓഫ് 10 എന്തോ റേറ്റ് ചെയ്യും? 1 out of 10. ഇനി ഔട്ട് ഓഫ് 10 എന്തോ റേറ്റ് ചെയ്യും? എന്തോരാ എന്തോ റേറ്റ് ചെയ്യും? 11 കൊടുക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. So good guys, this is amazing. റേറ്റിംഗ് പറഞ്ഞില്ല. 9 കൊടുക്കാം. 9 കൊടുക്കാം. സോ 1, 9, 10. അപ്പം ഗൈസ് നമ്മുടെ വീഡിയോ ഇതോടെ കഴിയുന്നതാണ്. നമ്മുടെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ടേസ്റ്റി ജ്യൂസി ചാമ്പക്ക ഇപ്പൊ ഒന്നുമില്ല, ചാമ്പക്ക ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ വരെ കാണാം. ഇറ്റ്സ് മീ നദാനിൽ ജൂഡ് സൈനിങ് ഔട്ട്. Bye guys.